ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലൈവ് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഓവറോൾ എനർജിയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് കാണുക. Seven of Pentacles, Eight of Pentacles, Temperance, Justice, Nine of Cups, Star, Ace of Swords, Ten of Cups. ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് കൂടി കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ആരുടെ പേഴ്സൻ്റെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാർഡ്സും, ഓൾമോസ്റ്റ് എല്ലാ കാർഡ്സും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന, അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, അതുപോലെ 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ലെസ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് നോ കോൺടാക്റ്റിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് പിന്നീട് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കും. അതായത് പഴയ ഒരു ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യം എന്താണോ അതിനൊരു മാറ്റം വരും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതായത് ആ ഒരു പേഴ്സൺ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേണ്ട രീതിയിൽ ഒരു പ്രയോറിറ്റിയൊക്കെ തരാതെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് പറ്റിയ തെറ്റുകൾ ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില കേസിൽ പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കുമെങ്കിൽ പോലും പലരും അത് സമ്മതിച്ചു കൊടുക്കാറില്ല. അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യണമെന്നറിയാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു തീരുമാനം മനസ്സിനകത്തുള്ളൊരു വ്യക്തിയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ തറപ്പിച്ച് പറയാം. അതിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്താണോ തടസ്സം അത് മാറ്റി
പൂർവാധികം ശക്തമായിട്ട് ഇത് മുന്നോട്ട് പോകാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷ വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നിങ്ങളും ആ ഒരു പ്രതീക്ഷയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സൺ തിരിച്ചു വരും, അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഒരു മാനസികാവസ്ഥ ഈ ഒരു വ്യക്തിക്കും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വാളിറ്റി ടൈം ഒന്നും തരാൻ ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഓവർ കൺട്രോളിങ് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു പേഴ്സണെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പോരായ്മകളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വീണ്ടും ഓണാവുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പറ്റിയ തെറ്റുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇതുപോലെയായിരുന്നു ഞാൻ പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ എനർജിയിലും നമുക്കത് കാണാം. അവർക്കും പറ്റിയ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലോട്ട് പോകാനായിട്ട് ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ആ ഒരു തരത്തിലാണ് ഇവരുടെ എനർജി. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ, അതുപോലെ നമുക്ക് ആ ഒരു ജസ്റ്റിസ് എനർജിയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസിങ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാതെ പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ അല്ലായിരുന്നു ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു 9 ഓഫ് കപ്സ് എനർജി, അതുപോലെ തന്നെ 10 ഓഫ് കപ്സ് എനർജിയും കാണാം. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഫുൾഫിൽമെൻറ്റ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അവർ എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൊണ്ടും ചേർച്ചയുണ്ട് എന്ന് അവർ കരുതുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടേതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. മൈക്കിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വോയിസ് പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് റീഡിങ് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു ഫാമിലി ആയിട്ട് പോരുന്ന ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അതിനകത്തായിരിക്കാം പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവരുടെ ഒരു ഡ്രീമാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവുക എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനകത്ത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കണം എന്നല്ല, സിറ്റുവേഷൻ കൊണ്ട് മാറി നിന്നൊരു വ്യക്തിയായിരിക്കാം ഇവർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റാർ എനർജി കാണാം. സ്റ്റാർ എനർജി നമുക്ക് ഇവിടെയും ഇതിനകത്തും നമുക്ക് ആ ഒരു സ്റ്റാർ എനർജി ഇവരുടെ ഒരു സിറ്റുവേഷനകത്തും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് എന്നറിയാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു പേഴ്സൺ ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവാം. കാരണം നമ്മളിവിടെ നേരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ചില തെറ്റുകൾ പറ്റിയതായിട്ട് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതിനി ആവർത്തിക്കില്ല എന്നുള്ള അവരുടെ ഒരു എനർജി നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഓണാവുന്ന ഒരു സമയത്ത് അതൊന്നും ഇല്ലാതെ വളരെ ബാലൻസ് ചെയ്തത് കൊണ്ടുപോകണം, നിങ്ങൾക്ക് നല്ലൊരു പ്രയോറിറ്റി തന്ന് ആ ഒരു രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തെറ്റ് പറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകളായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവാം. നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ വിട്ട് കളഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോഴും ആ ഒരു ഹോപ്പ് കാണുന്നത്. അതായത് ഫ്യൂച്ചറിലേക്ക് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ഭാവി ഉണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ തീർത്തും നോ കോണ്ടാക്റ്റ് ആയി പോയെങ്കിലും, നിങ്ങൾ ഇനിയിപ്പോൾ ഇവരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പാച്ചപ്പിനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കും. കാരണം അവർക്ക് ഇതിലേക്ക് മടങ്ങി വരണമെന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഇവരുടെ മൈൻഡിലുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫെയിമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളാവാനുള്ളൊരു സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാനുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ഇവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ ഒരു ഫെയിമിനെ അത് ബാധിക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സോഷ്യൽ ഫിയറൊക്കെ ഉള്ള ഒരു വ്യക്തി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളോടൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജി നമുക്കിവിടെ കാണാം. അതുമാത്രമല്ല, പല കാര്യങ്ങളും ഓപ്പൺ അപ്പായിട്ട് തുറന്ന് പറയണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാം. ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇനി അതൊന്നും പാടില്ല, എല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് പറയണം, നിങ്ങളെയും കൂടി അറിയിക്കണം, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതും ആ ഒരു പേരിലൊക്കെ തന്നെ ആയിരിക്കാം. ഒരു ക്ലാരിറ്റി ഒരു പേഴ്സൺ തരുന്നില്ല, ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇവരുടെ ആ ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ആഗ്രഹം കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര അകലത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനും ഏറ്റവും നന്നായിട്ട് തന്നെ ഇതൊരു റീസ്റ്റാർട്ടിലേക്ക് പോകാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചില കേസിൽ നമുക്ക് കാണാം, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അട്രാക്ഷനോ കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ പോലും വീണ്ടും തിരിച്ചു പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അവരുടെ ഒരു എനർജി അങ്ങനെയല്ല. എല്ലാ തരത്തിലും അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട്. ചിലപ്പോൾ വളരെ കുറച്ച് പേർക്കായിരിക്കും ഇത് റെസണേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ പാർട്ട്ണർ വേറെ ആരുണ്ടെങ്കിലും ശരിയാവില്ല, എനിക്ക് അവൻ മതി അല്ലെങ്കിൽ അവൾ മതി, അതാണ് എൻ്റെ റൈറ്റ് പാർട്ട്ണർ, അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് ഇനി മറ്റാർക്കും സാധിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേരുടെ ലൈഫിൽ അങ്ങനെയുള്ളൊരു കാര്യം കാണുള്ളൂ, പ്രത്യേകിച്ച് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇവിടെ നമുക്കറിയില്ല ആരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുള്ളത്. ആരുടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരുപാട് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണെ എവിടെ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സണെ പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. ഇപ്പം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഭാവിയിലെല്ലാം ശരിയാവും എന്ന യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെ നമുക്ക് ഇവരിലും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ഒളിപ്പിച്ചതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നിങ്ങളോട് പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനകത്ത് നല്ല ഫ്യൂച്ചർ ഉണ്ടാവൂ എന്നുള്ളൊരു ചിന്ത ഈ ഒരു പേഴ്സൺ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അവർ ചിലപ്പോൾ വല്ല കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയാണെന്നുണ്ടെങ്കിലും എല്ലാം തുറന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം, ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിതിനകത്ത് കാണാം. ആ ഒരു ഫുൾഫിൽമെൻ്റ് ആണ്, ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും സ്നേഹത്തോടെയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്. ആ ഒരു തേർഡ് പാർട്ടി തന്നെയായിരിക്കും ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു വ്യക്തി ഒട്ടും കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ടാവില്ല. അതായത് അവിടെ ഈ ഒരു പേഴ്സണുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു നൈറ്റ് ഓഫ് സോൾസിൻ്റെ എനർജി, അതുപോലെ തന്നെ ആ ഒരു കിങ് ഓഫ് സോൾസ് എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് അവിടെ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ അവിടെ ഒരു വിശ്വാസമില്ല. അവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും അവിടെ അത്ര ഓപ്പണായിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നില്ല. അതിനകത്ത് ചില ഗിമിക്കുകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചില കള്ളത്തരങ്ങളുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഉള്ളത്. ഇപ്പോൾ അവർ തമ്മിൽ ആ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ ആര് വേണമെന്നുണ്ടെങ്കിലോ അപ്പോൾ അവർ തമ്മിലൊരു സംസാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും അവിടെ ഫൈറ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ മോശമായിട്ടുള്ള വേർഡ്സ് ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് വരാം. അതായത് ഒരു ക്ഷമ കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോറി പറഞ്ഞ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ കലഹിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ്. അപ്പോൾ അവിടെ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും അവർ തമ്മിലുള്ള ആ ഒരു എനർജി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവിടുത്തെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് അവിടുത്തെ മെയിൻ പ്രോബ്ലം. അത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിഫെൻസീവായിട്ട് പെരുമാറുന്നു. അപ്പോൾ ആ ഒരു എതിർപ്പാണ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ആണ്.
എപ്പോഴും നമുക്ക് വേണ്ടി വാദിക്കുന്നൊരവസ്ഥ. നമുക്ക് വേണ്ടി വാദിക്കുകയാണ്, നമ്മൾ 2 പേരുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്നുണ്ടെങ്കിൽ അവരോട് ഇപ്പോൾ നമ്മളുടെ സാഹചര്യത്തിന് വേണ്ടി വാദിക്കുന്നു, ഞാനാണ് ബെസ്റ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം റൈറ്റ് ആണെന്ന് പറയുമ്പോഴൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവർക്കൊട്ടും കൺസിഡറേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു 6 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. തീർച്ചയായിട്ടും പാസ്റ്റിലേക്ക് ഈ ഒരു പേഴ്സൺ പലപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങളവർ നന്നായിട്ട് ഓർക്കുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു സിറ്റുവേഷനും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫീലിങ്സിൽ ഓൾറെഡി നമ്മൾ കണ്ടതാണ് അവർ എത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു സാഹചര്യത്തിൽ പോലും അവരിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണല്ലോ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്കവിടെ പ്രതിരോധിച്ച് നിൽക്കേണ്ടെന്നൊരവസ്ഥ വരിക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് നമുക്കവിടെ പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യമാണ് ആലോചിച്ച് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് എൻഡപ്പ് ആവാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാർ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് റീകൺസിൽ ആവാനായിട്ടാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ, അവരുടെ ഒരു സാഹചര്യത്തിൽ പോലും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അവരുടെ ഒരു സാഹചര്യം തന്നെ അങ്ങനെയാണെന്നുള്ളത് പറയാം. അതായത് ഇപ്പോഴുള്ള ഒരു നിലവിലുള്ള സിറ്റുവേഷൻ ഒട്ടും തൃപ്തികരമല്ല. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഒട്ടും തൃപ്തികരമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് എത്രത്തോളം വിഡിത്തമായി പോയി എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. നമുക്ക് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ചില വ്യക്തികളിൽ നിന്ന് ദുരനുഭവം വരുമ്പോഴാണ് നമ്മളോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സൺ എത്ര നല്ലതായിരുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അവർ എത്ര നല്ല രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവും ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ഒരു കാലത്തിൻ്റെ ഒരു ഇടപെടലായിരിക്കാം ഈ ഒരു പേഴ്സണ് പല കാര്യങ്ങൾക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി ലവേഴ്സ് ഒറാക്കിൾ മെസ്സേജസ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഡീപ്പ് ഇൻ യുവർ ഹാർട്ട് യു ഓൾറെഡി നോ ദ ആൻസർ ടു വാട്ട് ഫീൽസ് റൈറ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് എന്താണോ അത് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനൊരു വാല്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് വെറുതെ തോന്നിക്കൊണ്ടിരിക്കുന്നതല്ല, അത് തീർച്ചയായിട്ടും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ. ഇനി അതുപോലെ തന്നെ റൊമാൻസ് ആണ്. ക്യൂപ്പിഡ്സ് ആരോ സ്ട്രൈക്സ്, ആ ഒരു പ്രണയം ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടുപേരും എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും അതിനകത്ത് ആ ഒരു റൊമാൻസ് വരുന്നുണ്ട്. ആ ഒരു ക്യൂപ്പിഡ്സ് ആരോ സ്ട്രൈക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു സിമ്പലാണത്. ഇനി അതുപോലെ തന്നെ ഫോർഗീവ്നെസ് ആണ്. സ്റ്റോപ്പ് ഫോക്കസിങ് യുവർ എനർജി ഓൺ പാസ്റ്റ് ഇവൻറ്റ്സ് ഫോർ ലൈഫ് ഈസ് ടു പ്രഷ്യസ് ടു വേസ്റ്റ്. യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി ബൈ വാട്ട് യു തിങ്ക്, ഡ്രീം ആൻഡ് ഇമാജിൻ. പാസ്റ്റിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് പറയുന്നത്. കാരണം അത് തന്നെ ചിന്തിച്ച് നമ്മുടെ ലൈഫ് ഒരിക്കലും വേസ്റ്റ് ആക്കാതിരിക്കുക. നിങ്ങളുടെ ഈ ഒരു സമയത്തുള്ള നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അതെല്ലാം റിയാലിറ്റിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു ടൈം പീരീഡിൽ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വിചാരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ ആ ഒരു നെഗറ്റീവ് അവിടെ സംഭവിക്കാനുള്ള ഒരു പ്രവണത കൂടുതലായിരിക്കും. നമ്മൾ പോസിറ്റീവാണ് കൂടുതലും ചിന്തിക്കുന്നതെങ്കിൽ അതായിരിക്കും അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ, വെരി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഫേം ഫൗണ്ടേഷൻ എന്നുള്ളൊരു എനർജിയാണ്. അതായത് ആ ഒരു നിങ്ങളുടെ ബന്ധം വളരെ ദൃഢമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി തന്നെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫേം ഫൗണ്ടേഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത്
ഹോപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ പറയുന്ന ഹോപ്പ് എന്ന് പറയുന്നത് സ്റ്റാർ എനർജിയാണ്. അപ്പം നമ്മളിവിടെ 3 ഡെക്കിൽ നിന്ന് എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ഡബിൾ കൺഫർമേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് കാണാനായിട്ട് കഴിയുന്നത്. റീകൺസിലേഷന് വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ അത്രയും വിസിബിളായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാർ വന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. ഈ ഒരു ഹോപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റാർ എനർജി തന്നെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ പ്രതീക്ഷയാണ്. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന, ഇതിലേക്ക് വരാനായിട്ട് അത്രയും ആഗ്രഹിക്കുന്ന, ആക്ഷൻ എടുക്കാൻ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ആരുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കഷ്ടപ്പാടിനോ കണ്ണീരിനോ ഒക്കെയുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഫലമാണ് കിട്ടാനായിട്ട് പോകുന്നതെന്നുള്ളത് വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യണം. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ അത് ക്ലെയിം ചെയ്ത് ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജി നമ്മളിലേക്കും കൂടി നമ്മൾ റിസീവ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വ്യക്തി നമ്മളിലേക്ക് വരാനായിട്ട് എല്ലാം മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ജസ്റ്റ് വന്നിട്ട് പോകാനോ സംശയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു പേഴ്സൺ അത്രയും റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ്, നോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളത് വെൽക്കമാണ്, റിസീവ് ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകേണ്ടവരുടെ കാര്യമാണ് പറയുന്നത്. മൂവണൊക്കെ ചെയ്ത് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സാണ്. നമുക്ക് ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ അല്ലെങ്കിൽ അവസാനിപ്പിക്കണോ എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനമാണ്. അപ്പോൾ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്കിൻ്റെ ഇടയിലൊക്കെയാണ് ഇത് കണ്ടതെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സണെ ചിന്തിച്ച് ഈ ഒരു റീഡിങ്ങിലൂടെ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ആ ഒരു വ്യക്തിക്കും അത് ഓട്ടോമാറ്റിക്കലി അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലും കൂടി നിങ്ങളിതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്പർ 11, നമ്പർ 14 ആൻഡ് നമ്പർ 17. അതിൽ 17 വളരെ പ്രൊമിനൻ്റ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ പേഴ്സൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേറ്റ്, ആനിവേഴ്സറി ഡേറ്റ് ഒക്കെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ സോഡിയക് സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സോഡിയക് സൈൻസും ഇവിടെ ഉണ്ട്. എങ്കിലും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്വേറിയസ്, ലിബ്ര, ജെമിനായി കാണാം, സജിറ്റേറിയസ് എനർജി കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട്, സിറ്റുവേഷൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടേതാണോ എന്നുള്ളത്, റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്, അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസൊക്കെ മാറ്റി ഏറ്റവും നന്നായിട്ട് അത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് പേർക്കായിരിക്കും അത് റെസനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.